വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്നല്ലേ? ഒരു വാക്കിൻ്റെ പുറത്തുള്ള യാത്രയും 6 മാസമായിട്ട് ഞാനും എൻ്റെ അടുത്ത സുഹൃത്ത് മനസ്സിലിട്ട് താലോലിക്കുന്നൊരു സ്വപ്നം, അതിലേക്കുള്ളൊരു യാത്രയും. 6-7 മണിക്കൂർ യാത്രയുണ്ട്. ആരോടൊന്നും മിണ്ടി പറയാനില്ലാതെ. ബോറടിച്ച് ചാവുമോ ഞാൻ? ഇല്ല അല്ലേ? ആരെങ്കിലുമൊക്കെ കൂട്ടായിട്ട് കിട്ടും. ഇതാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇന്നത്തെ യാത്ര രസകരമാവണേ എന്ന് പറഞ്ഞ് ഈ യൂണിവേഴ്സിനോട് നന്ദിയും പറഞ്ഞിട്ട് ഇറങ്ങി. അതുപോലെ തന്നെ 2 നല്ല കിടിലൻ ഫ്രണ്ട്സിനെ കിട്ടി. ചെക്കോസ്ലോവാക്കിയെന്ന് നാട് ചുറ്റാൻ ഇറങ്ങിയ മിറയും അവൻ്റെ ഫ്രണ്ടും നല്ല കമ്പനിയായിരുന്നു കേട്ടോ. ഇവരുടെ ഭക്ഷണ രീതിയൊക്കെ കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളി. ഈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുമ്പോൾ ദൈവം എനിക്ക് തരൂ ഒരു പീസ് എന്ന് കരുതി ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എത്രയാ ഇതേ. സത്യം പറഞ്ഞാൽ എൻ്റെ വയറ് നിറഞ്ഞു. ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കുറച്ച് മിണ്ടിയും പറഞ്ഞ് ഇരുന്നപ്പോഴേക്കും സമയം ഉച്ചയായി. ഇതാ ഇവനാണ് താരം. ട്രെയിനിൽ കയറിയ സമയം തൊട്ട് ഇതെപ്പം കഴിക്കാനാവും എന്ന് കൊതിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഒന്നുമല്ല, എൻ്റെ കെട്ടിയവൻ പൊതിഞ്ഞു തന്ന പൊതിച്ചോറാ, വാഴയിലല്ല, അടിപൊളിയായിട്ട്. എൻ്റെ അമ്മോ, ഇതങ്ങോട്ട് തുറന്നപ്പോൾ ഉള്ളൊരു സ്മെല്ലുണ്ടല്ലോ, വായിൽ വെള്ളവും മാത്രമല്ല വയറ് നിറഞ്ഞൊരു സുഖവും. ഇത് തുറന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് 2 പേരും എന്താ ഇത് എന്ന് ഈ ബനാന ലീഫാന്ന് പറഞ്ഞു. ഓരോ ഐറ്റംസും പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഇത് ടൊമാറ്റോ ഫ്രൈ, ചിക്കൻ ഫ്രൈ. ഇവരെത്ര ആസ്വദിച്ചാണെന്നറിയോ ഇത് കഴിച്ചത്. സത്യം പറഞ്ഞ് ഞങ്ങളുടെ 3 പേരുടെയും വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു. മിറയും കൂട്ടുകാരനും ആദ്യമായിട്ടാണ് വാഴയിലയിൽ നാടൻ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ കേരളത്തിലെ. പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ചോറ് കൊണ്ടുപോകുമ്പോൾ ഇതേ ഒരു മനോഭാവമായിരുന്നു. നല്ല ഫുഡൊക്കെ ആണെങ്കിൽ എപ്പോഴാണ് ബെല്ലടിക്കുക, എപ്പോഴാണ് ലഞ്ചിനുള്ള സമയമാവുക നോക്കിയിരിക്കില്ലേ. അതുപോലെയായിരുന്നു എൻ്റെ ഒരു മനസ്സിട്ടോ. എപ്പോഴാണ് ഇത് കഴിക്കാൻ പറ്റുക. എന്തായാലും ഞങ്ങൾ 3 പേരും കൂടെ അത് ഷെയർ ചെയ്ത് കഴിച്ചു. സന്തോഷമായി. വീണ്ടും ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അവരുടെ അടുത്ത് പീനട്ട് ഉണ്ടായിരുന്നു, അതിങ്ങനെ പൊളിച്ച് കഴിച്ച് കുറേ നേരം എനിക്കറിയാവുന്ന പോലെ അവരോട് സംസാരിച്ചു. പക്ഷേ അവർക്ക് കൺവിൻസ് ആയിരുന്നു. എന്തായാലും 6-7 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. ഞാൻ രാവിലെ ഈ യാത്രയ്ക്ക് നന്ദി പറഞ്ഞ് ഇറങ്ങിയതുപോലെ തന്നെ അടിപൊളി യാത്രയായിരുന്നു. ഒട്ടും ബോറടി ഉണ്ടായിരുന്നില്ല. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടാന്നല്ലേ. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് 6-7 മാസമായിട്ട് നിരന്തരം ഫോണിൽ സംസാരിച്ച എൻ്റെ ഫ്രണ്ടിനെ ആദ്യമായിട്ട് കാണാനാണ്. എനിക്കും ക്യാൻസർ വന്നു, അവർക്കും ക്യാൻസർ വന്നു. ഞങ്ങൾ ഒരുമിച്ച് അതിജീവിച്ചു. അവരുടെ ഒരു വലിയ ഡ്രീമായിരുന്നു ഇതിൽ നിന്നെല്ലാം മുക്തയായിട്ട് ഒരു ഹോമിയോ ക്ലിനിക്കും മെഡിക്കൽ ഷോപ്പ് കൂടി ഓപ്പൺ ചെയ്യാൻ. ഞാൻ തന്നെ അത് ഉദ്ഘാടനം ചെയ്യണമെന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ 6 മാസം നിരന്തരം സംസാരിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഞാൻ ആദ്യമായിട്ട് ഇന്ന് കാണുകയാണ്. എല്ലാവരും യോഗ ഇവിടെ എത്തിപ്പെടാൻ പറ്റിയത്, എനിക്ക് ക്യാൻസർ വന്നത്, ഞങ്ങൾ ഒരുമിച്ച് നേരിട്ടത്. ഞാൻ എപ്പോഴും പറയും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ, വീണെടുത്ത് നമ്മൾ വരില്ലെങ്കിൽ അനക്കാൻ പറ്റിയ കൂടെ കൈ പിടിക്കാൻ 1000 പേര് വരും. നമ്മൾ അനങ്ങാതെ കിടക്കുമ്പോഴാണ് ഒരാൾ നമ്മൾ വണ്ടി ചെയ്യാൻ പോകുന്നത്. സത്യത്തിൽ ഇതൊരു അതിജീവനം, ഇത് തന്നെയാണ് അതിജീവനം. എവിടെ നിന്ന് തോറ്റോ അവിടെ ഞങ്ങൾ തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. ഇതൊരു വാക്കാണ്. ഇങ്ങനൊരു സംരംഭം തുടങ്ങുമ്പോൾ ഞാൻ കൂടെ ഉണ്ടാവും. ജയ വരുമോ ഉദ്ഘാടനത്തിന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എത്തുമെന്ന് പറഞ്ഞു. അത് ഈ പ്രകൃതി നിങ്ങളെല്ലാവരും ഈശ്വരൻ അള്ളാഹു അത് സാധ്യമാക്കി തന്നോട്ടും അതൊരു അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. താഹിറത്താടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇന്ന് സാധ്യമായത്. ഇങ്ങനൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന് അവരുടെ ആഗ്രഹമായിരുന്നു. ദൈവം സഹായിച്ചത് സാധ്യമായി. അപ്പോൾ എത്ര വലിയ സ്വപ്നമായാലും അത് അത്രമേൽ നമ്മൾ ഇഷ്ടപ്പെട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് സാധ്യമാവും. ഏതൊരു തകർച്ചയിൽ നിന്ന് നമുക്ക് ഉയർച്ചയിലേക്ക് പോകാനും പറ്റുമെന്ന് ഈ പ്രകൃതി നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്.